മിസ് ഈ നീറ്റ് 2024 പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക? ഒരു അഡ്വൈസ് തരാൻ പറ്റുമോ? നീറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റഡി പ്ലാനിൽ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? സോ നമുക്കൊരു സ്റ്റഡി ഗൈഡ് എന്ന് തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കാൻ ഏത് മെറ്റീരിയൽ ആണോ, ഏത് റിസോഴ്സ് ആണോ ചൂസ് ചെയ്യുന്നത്, അത് ആദ്യം ഡിസൈഡ് ചെയ്യുക. അതായത് ഓൺലൈൻ ആയിരിക്കാം, ഓഫ്ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏത് ടീച്ചറിൻ്റെ അടുത്ത് നിന്നാണോ നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവുന്നത്, ഏത് റിസോഴ്സ് ആണോ നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ചൂസ് യുവർ റിസോഴ്സ്, വാട്ട് റിസോഴ്സ് യു ആർ യൂസിങ് ടു സ്റ്റഡി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വീഡിയോ ലെക്ചേഴ്സ് കണ്ട് പഠിച്ചാൽ മനസ്സിലാവുന്ന മക്കളുണ്ട്, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ തന്നെ പോയി പഠിച്ചാലേ മനസ്സിലാവുന്നുള്ള മക്കളുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യുക. ഏതാണ് നിങ്ങളുടെ മോഡ് ഓഫ് ലേണിംഗ്, അത് ഫസ്റ്റ് ഡിസൈഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വീക്ക്ലി ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഏത് രീതിയിൽ പഠിച്ചാലും നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊരു വീക്ക്ലി ടാർഗറ്റ് വേണം. അതായത് ഈ ആഴ്ച ഞാൻ ഈ ചാപ്റ്റേഴ്സും ഈ ടോപ്പിക്സും റിവൈസ് ചെയ്യും, അതിനെ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഫസ്റ്റ് നിങ്ങൾക്ക് അത് ചെറിയ ചെറിയ ഡെയിലി ടാർഗറ്റ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ വീക്ക്ലി ടാർഗറ്റ്സ്, പിന്നെ മന്ത്ലി ടാർഗറ്റ്സ് ആയിട്ട് അതിനെ മാറ്റാം. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി, ചിലപ്പോൾ ഷെഡ്യൂൾ എപ്പോഴും നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ ഷെഡ്യൂളിൽ നിന്ന് ഒത്തിരി ഡീവിയേറ്റ് ചെയ്ത് പോകും. അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ബഡീനെ വെക്കാം. അക്കൗണ്ടബിലിറ്റി ബഡി എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്നും പോയി അപ്ഡേറ്റ് ചെയ്യാൻ ഒരാൾ. അതിപ്പോൾ നിങ്ങളുടെ പേരൻസ് ആവാം, വീട്ടിലുള്ള മക്കളാണെങ്കിൽ പേരൻസിനോട് എന്നും പറയാം, ഞാൻ ഇന്നത്തെ ദിവസം ഇതാണ് പഠിച്ചത്, ഈ ടോപ്പിക്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഇതിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവരോട് പോയി പറയാം. സോ അതൊരു ഡെയിലി പ്രാക്ടീസ് ആക്കി മാറ്റുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം. അങ്ങനെയുള്ള ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഇതൊന്നുമില്ല, പറയാൻ ആരും ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ബോക്സ് ഉണ്ട്, അവിടെ വന്നിട്ട് പറയുക, ഞാൻ ഇന്നത്തെ ദിവസം ഈ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചു തരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതായത് ഞാൻ ഇന്നത്തെ എൻ്റെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഞാൻ ഇന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തു. സോ നമുക്കതൊരു ഒരു റുട്ടീനായി മാറും. ഇന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ, അയ്യോ എൻ്റെ അക്കൗണ്ടബിലിറ്റി ബഡീനെ എന്താണെങ്കിലും അറിയിക്കണം, അപ്ഡേറ്റ് ചെയ്യണം, സോ ഞാനത് മിസ് ചെയ്യുന്നില്ല ഇല്ല എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ, അതും നമ്മുടെ പ്രിപ്പറേഷനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പ്രിപ്പറേഷനിലെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് നിങ്ങളുടെ റിവിഷൻ. ബിക്കോസ് നമ്മളെല്ലാവരും ഒരു കാര്യം വായിച്ചാൽ അത് പെട്ടെന്ന് മറന്നു പോകും. അത് ഹ്യൂമൻ ടെൻഡൻസിയാണ്. സോ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക, റിവൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രിപ്പറേഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? സോ റിവിഷൻ ആദ്യമേ തന്നെ റെഗുലർ ആക്കുക. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഫസ്റ്റ് തന്നെ സിലബസ് കംപ്ലീഷൻ ചെയ്ത് ഫസ്റ്റ് 11th എല്ലാം തീർത്ത് പിന്നെ ഞാൻ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെയല്ല. റെഗുലർ ആയിട്ട് റിവൈസ് ചെയ്യുന്നത് നമ്മുടെ പ്രിപ്പറേഷനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. അതായത് ആദ്യം നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെ മുഴുവനായിട്ടൊന്ന് നോക്കുക. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിയുമ്പം നിങ്ങൾ അതേ ടോപ്പിക്ക് ഒന്നും കൂടി വായിച്ചു നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടൈം എടുത്ത് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പം ആ ചാപ്റ്റർ ഒന്നും കൂടി നോക്കുക. പിന്നെ നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ അതൊന്നും ഓടിച്ചു നോക്കും. സോ നമ്മൾ ഒരു പ്രാവശ്യം പഠിക്കുമ്പം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കില്ലേ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടേതായ ഹാൻഡ് റിട്ടൺ ചെറിയ നോട്ട്സ് ഉണ്ടാക്കില്ലേ, ആ നോട്ട്സ് നോക്കിയിട്ടാണ് നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്. സോ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും നമ്മുടെ റിവിഷന്റെ സ്പീഡ് കൂടി വരും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, പക്ഷേ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നമുക്ക് ഒത്തിരി ഇക്വേഷൻസും ഫോർമുലാസും ഒക്കെ ഓർത്തിരിക്കാനുണ്ട്, അത് നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യും? കെമിസ്ട്രി നമ്മൾ പഠിക്കുമ്പം നമുക്കൊരു ഫോർമുല ഷീറ്റ് തന്നെ ഫോർമുല ഷീറ്റ് അല്ല, ഒരു ഇക്വേഷൻ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. അത് ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അതായത് നിങ്ങൾ ഈ റിയാക്ടൻസിന്റെ പേര് എഴുതിയിട്ട് ഈ പ്രോഡക്റ്റിന്റെ പേര് ബ്ലാങ്ക് ആക്കി ഇടുക. കെമിസ്ട്രിയിൽ നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണ്, ആ ചാപ്റ്ററിലുള്ള എല്ലാ ഇക്വേഷൻസും ഒരു ഷീറ്റിൽ എഴുതുകയാണെങ്കിൽ റിയാക്ടൻസ് എഴുതി പ്രൊഡക്റ്റിന്റെ അവിടെ ബ്ലാങ്ക് ആക്കി ഇടുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എഴുതി റിയാക്ടൻസിന്റെ ഭാഗം ബ്ലാങ്ക് ആക്കി ഇടുക. സോ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് റീകോൾ ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് എന്തായിരുന്നു ഇതിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ ആലോചിച്ച് റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റും. ഇതൊരു നല്ല മെത്തേഡാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഫോർമുലാസ് എഴുതി വെക്കുമ്പോഴും ഫിസിക്സിന്റെ ഓരോ ചാപ്റ്ററിന്റെയും ഫോർമുലാസ് A4 സൈസ് ഷീറ്റുകളിൽ എഴുതി വെച്ച് അത് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ റിവിഷൻ ചെയ്യാം. പിന്നെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് രാവിലെ എണീക്കാനുള്ള സമയം ഫിക്സ് ചെയ്യുക. എത്ര മണിക്കൂറാണ് ഞാൻ രാവിലെ പഠിക്കുന്നത്, അതുപോലെ ഞാൻ വൈകിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ആ സ്റ്റഡി ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതാണ് നിങ്ങളുടെ മിസ്റ്റേക്ക് അനാലിസിസ്. അത് നിങ്ങൾ ഏത് തരം ടെസ്റ്റ് എഴുതിയാലും, ഒരു ചെറിയ ടെസ്റ്റ് എഴുതിയാലോ ഒരു വലിയ ടെസ്റ്റ് എഴുതിയാലോ, നിങ്ങൾക്ക് വന്ന തെറ്റുകളെ, നിങ്ങൾക്ക് എവിടെയാണോ തെറ്റിപ്പോയത് ആ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട്ബുക്കിൽ തന്നെ എഴുതി വെക്കുക. ആ ബുക്കിനെ നമ്മൾ മിസ്റ്റേക്ക് ബുക്ക് എന്നാണ് വിളിക്കുക.
ഓരോ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴും നിങ്ങൾ പോയി തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക, ആൻസേഴ്സ് മാർക്ക് ചെയ്യുക, എന്തുകൊണ്ടാണ് തെറ്റിപ്പോയെന്നുള്ള കാരണം എഴുതി വെക്കുക. ഓരോ എക്സാമിനും പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ മിസ്റ്റേക്ക് ബുക്ക് നല്ലപോലെ മറിച്ച് നോക്കുക. അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അറിയാം, നീറ്റ് പ്രിപ്പറേഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQs മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡെയിലി ഒരു 100 MCQs, 100 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഓരോ സബ്ജക്റ്റിലും 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ബി അക്കൗണ്ടബിൾ ഫോർ യുവർ വർക്ക്. അതായത് ഞാൻ പറഞ്ഞു അക്കൗണ്ടബിലിറ്റി ബഡിയൊക്കെ ഉണ്ട്, നിങ്ങൾ ടാർഗറ്റ് ഒക്കെ സെറ്റ് ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ സ്വയമായിട്ട് എൻ്റെ ടാർഗറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ, അതോ ഞാൻ വെറുതെ ഈ പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണോ? അങ്ങനെ സമയം കളയാണ്ടിരിക്കുക. സോ പ്ലീസ് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ടൈംലി. ബേസിക്സ് നന്നാക്കി മനസ്സിലാക്കുക. കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടത് റൈറ്റ് റിസോഴ്സ് ആണ്. അത് തന്നെ ആദ്യം സെറ്റ് ചെയ്യുക. പിന്നെ ബേസിക്സ് നമ്മൾ പഠിക്കുന്ന ഓവറോൾ ടൈമിനെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ബേസിക്സ് മനസ്സിലാക്കാൻ നമുക്കൊരു 50 to 60% ഓഫ് ആ സ്റ്റഡി ടൈം, അതായത് ഒരു 2 മണിക്കൂർ ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി എടുത്തു. അത് കഴിഞ്ഞിട്ട് റിവിഷന് വേണ്ടി 30% ഓഫ് യുവർ സ്റ്റഡി ടൈം, അതായത് ഒരു 1.5 മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഒരു 20 minutes 20% ഓഫ് യുവർ ടൈം, അതായത് ഒരു മണിക്കൂർ. മനസ്സിലായോ? ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 2 hour, 1.5 hour, 1 hour. 2 hour എന്ന് പറഞ്ഞാൽ 50 to 60% നമ്മൾ കോൺസെപ്റ്റ് പഠിക്കാൻ എടുക്കുന്നു. അതുപോലെ 1.5 hour എന്ന് പറഞ്ഞാൽ 30% ടൈം നമ്മൾ റിവിഷൻ ചെയ്യാൻ, അതേ ടോപ്പിക്കിനെ റിവൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് 1 hour നമ്മൾ 20% ഓഫ് ദ ടൈം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ഇതൊക്കെ ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാം ഇങ്ങനെയൊക്കെ ഷെഡ്യൂളാക്കി പോകാൻ പറ്റുമോ, ബിക്കോസ് എനിക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, അവിടെ തന്നെ കുറേ പഠിപ്പിക്കുന്നുണ്ട്. പറ്റും. ബിക്കോസ് ഈ ഒരു കുറച്ച് മാസങ്ങൾ നമ്മൾ ചെയ്യുന്ന ഈ സാക്രിഫൈസ് ഡെഫിനറ്റ്ലി നാളെ നിങ്ങൾക്കത് നിങ്ങളെ തന്നെ താങ്ക് ചെയ്യും. നിങ്ങളെ തന്നെ ഓർത്ത് ഒത്തിരി പ്രൗഡ് ആവുന്ന മൊമെന്റ്സ് ഉണ്ടാവും. സോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. ഇപ്പം വരുന്ന ഈ സാക്രിഫൈസസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ടു സാക്രിഫൈസ് സം ടൈം, സം മന്ത്സ് ഫോർ യുവർ പ്രിപ്പറേഷൻ. സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ആൻഡ് പ്ലീസ് മേക്ക് എ പ്രോപ്പർ പ്ലാൻ. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. അപ്പം ഇതൊക്കെ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.